എല്ലാവർക്കും സുരാജ് വ്ളോഗ്സിൻ്റെ 2.0 സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ആവശ്യപ്രകാരം പേരിന് നീട്ടം കൂടുതലാണെന്ന് കണ്ട കാരണം വടക്കുംഭാഗത്ത് കരിനെല്ലി മഠം നമ്മൾ വീണ്ടും പേര് മാറ്റിയിട്ട് സുരാജ് വ്ളോഗ്സ് 2.0 എന്ന ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് അറിവിനുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. വിശ്വാസമില്ലാത്തൊരു കണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് കമൻറ്റുകൾ ഒന്നും ഇടാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾക്കും കാണാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് അറിവ് ഷെയർ അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരെണ്ണം കൂടി വരുന്നതായിരിക്കും. എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 50 വയസ്സിന് ശേഷം രാജയോഗം വന്നു ചേർന്ന, സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന നക്ഷത്രജാതരെക്കുറിച്ചിട്ടാണ്. അതങ്ങനൊരു 6 നക്ഷത്രജാതരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. മുൻ നമ്മൾ സുരാജ് വ്ളോഗിൽ ചെയ്തതാണ്. അപ്പോൾ കാണാത്തവർക്കായിട്ട് വീണ്ടും ചെയ്യുന്നു എന്ന് മാത്രം. അത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയണത്. നമ്മുടെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുക. നല്ലൊരു ഉത്തമനായിട്ടുള്ള ജ്യോതിഷനെ കണ്ട് നമ്മുടെ ജാതകത്തിൽ ഇതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ശരിക്കും നോക്കുക. പൊതുഫലം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ യൂട്യൂബിലെ ജ്യോത്സ്യന്മാർ പലതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാം പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയണത്. നിങ്ങൾക്ക് എങ്ങനെയും ഉണ്ടാകാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയണത്. എന്ന് വെച്ച് നമ്മൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജാതകം കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്നും കണ്ടിട്ടല്ല നമ്മൾ പറയണത്. നമ്മൾ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയണത്. അപ്പം നിങ്ങൾ എന്നെ ഇതാക്കുമോ ഇതൊന്നും മറ്റുള്ള ജ്യോത്സ്യന്മാരെ പഴിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ജാതകം, ജനനസമയം, ജനനത്തീയതി, ജനനസ്ഥലം, പേരും കൂടി ആയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഉത്തമനായിട്ട് ജ്യോത്സ്യനെ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുഫലമാണ് പറയണത്. അപ്പോൾ ഈ പറയുന്ന 6 നക്ഷത്രജാതർക്ക് സർവ്വതത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറയണം. 50 വയസ്സിന് ശേഷം സർവ്വതത്തിലുള്ള ദുഃഖങ്ങളും തീർന്ന്, രോഗങ്ങളൊക്കെ തീർന്ന്, സർവ്വതത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഭഗവാൻ മഹാദേവനെ ശരിക്കും പ്രാർത്ഥിക്കുകയും ആരോഗ്യത്തിനായിട്ട് ഭഗവാന് കൂവളമാലയും മുൻവിളക്ക് വഴിപാടൊക്കെ നടത്തുക. ജലധാര നടത്താം, കൂവളമാല നടത്താം. ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. ചില നക്ഷത്രജാതർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അപ്പോൾ ആ നക്ഷത്രജാതരൊക്കെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവാന് വേണ്ടിയിട്ട് കുളമാല അങ്ങനെയുള്ള മാലകളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ധാര കിട്ടി കഴിഞ്ഞാൽ ഭഗവാൻ തണുക്കുന്നതനുസരിച്ച് നമ്മളുടെ ദേഷ്യങ്ങളും ഇല്ലാതായി തീരുമെന്നാണ് പറയുക. അത് സേവിച്ച് കഴിഞ്ഞാൽ കൈവശം ധാരയിട്ട് അത് സേവിച്ച് കഴിഞ്ഞാൽ, ധാരാപ്രസാദം സേവിച്ച് കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ശത്രുദോഷങ്ങൾ അതന്നെല്ലാം ശത്രുപരമായിട്ട് വന്നിരിക്കുന്ന കൈവശ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജലധാരയിട്ട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യുക. അപ്പോൾ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഈ 6 നക്ഷത്രജാതർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ 6 നക്ഷത്രജാതങ്ങളൊന്ന് പരിചയപ്പെടാം. അശ്വതി, ഭരണി, കാർത്തിക, മൂലം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രജാതരാണ്. അപ്പോൾ അവർക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടി പറയാം, അശ്വതി, ഭരണി, കാർത്തിക, മൂലം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രജാതരാണ്. ഇവർക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവരും തന്നെ കയറി വരിക. സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നമസ്തേ സ്വാനുബോധായം ജ്യോതിഷധർമൂർത്തി വച്ചാങ്കായ വാസുദാങ്കായ സംഭവം. ഓം നമ ശിവായ.